കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. കണ്ണീല കൺമഷിയിട്ടത് ആരാ തത്തമ്മേ? എന്നാഴക്കൈയിൽ പാറി വായോ തത്തമ്മേ. എന്നോട് ഇഷ്ടം കൂടാൻ പോനാട്ടെ, പഞ്ചാര ചുണ്ടിൽ തേൻ തന്നാട്ടെ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. നെല്ലും പാലും പഴവും തന്നിടാം, എല്ലാം ഇഷ്ടം പോലെ ചെയ്തിടാം. നെല്ലും പാലും പഴവും തന്നിടാം, എല്ലാം ഇഷ്ടം പോലെ ചെയ്തിടാം. കൊച്ചോല ചുഞ്ചത്താൽ ഊഞ്ഞാലിലാട്ടിടാം, ചെഞ്ചായ ചുണ്ടത്താൽ മുത്തം ഞാനേകിടാം. കൊഞ്ചുന്നിൻ തത്തമ്മേ പാരൂ നീ, തഞ്ചത്തിൽ നെഞ്ചോരം പാടൂ നീ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നില്ലിൻ പാടം കൊയ്യാൻ പോരാമോ? പഞ്ചാര കുന്നിൽ കൂടും തത്തമ്മേ, കുന്നില്ലിൻ പാടം കൊയ്യാൻ പോരാമോ? നെഞ്ചോരം കൂട്ടായി നീ പിന്നാരം മൂളൂലേ, ചെഞ്ചോര ചുണ്ടാൽ നീ കുന്നെല്ലാം തിന്നൂലേ. മുത്തല്ലേ തത്തമ്മേ വന്നാട്ടെ, ആരോടും മിണ്ടാതെ പോവല്ലേ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. കണ്ണീല കൺമഷിയിട്ടത് ആരാ തത്തമ്മേ? എന്നാഴക്കൈയിൽ പാറി വായോ തത്തമ്മേ. എന്നോട് ഇഷ്ടം കൂടാൻ പോനാട്ടെ, പഞ്ചാര ചുണ്ടിൽ തേൻ തന്നാട്ടെ. തെങ്ങോല കയ്യിലിരിക്കും കുഞ്ഞി തത്തമ്മേ, ഇങ്ങോട്ടി കുഞ്ഞിക്കൈയിൽ വായോ തത്തമ്മേ. ചില്ലിൻകൂട്ടിൽ കേറിക്കൂടി എന്നെപ്പോലെ ചേർന്നിരിക്കും. ഞാൻ കരഞ്ഞാലോ നീ കരഞ്ഞിടും, ഞാൻ ചിരിച്ചാലോ നീ ചിരിക്കും. ഞാൻ കരഞ്ഞാലോ നീ കരഞ്ഞിടും, ഞാൻ ചിരിച്ചാലും നീ ചിരിക്കും. ചില്ലിൻകൂട്ടിൽ കേറിക്കൂടി എന്നെപ്പോലെ ചേർന്നിരിക്കും. കാലിൽ ചാരി നിന്നും ചുവരിൽ തൂങ്ങി നിന്നും കോലം കാട്ടിത്തരും നീ. കോട്ടം കാട്ടിത്തരും, നേട്ടം കൂട്ടിത്തരും, നേരി ചൊല്ലിത്തരും നീ. കാലിൽ ചാരി നിന്നും ചുവരിൽ തൂങ്ങി നിന്നും കോലം കാട്ടിത്തരും നീ. കോട്ടം കാട്ടിത്തരും, നേട്ടം കൂട്ടിത്തരും, നേരി ചൊല്ലിത്തരും നീ. മിനുസമേറിടും നിന്മേനി
പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ സിംഹവും കുറുക്കനും ജീവിച്ചിരുന്നു. പ്രഭു, പണ്ടത്തെ പോലെ ഇപ്പൊ നമുക്ക് ഇരകളെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന സത്യം നമ്മൾ ഇനിയും മനസ്സിലാക്കിയില്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും. എന്നാലും ഈ കാടിന് ഇതെന്ത് പറ്റി? പണ്ടൊക്കെ എന്തോരം മൃഗങ്ങളായിരുന്നു. മുയലുകൾ, മാനുകൾ. ഹോ, ആലോചിക്കുമ്പോ തന്നെ കുളിര് കോരുന്നു. എല്ലാവർക്കും വിവരം വെച്ചു പ്രഭു. എന്ത്? അല്ല, എല്ലാവരും വീട്ടിൽ ടിവിയിലും മൊബൈലിലും കുത്തിയിരിപ്പല്ലേ. പിന്നെ എങ്ങനെ കാട്ടിലേക്ക് ഇറങ്ങാൻ നേരം കാണും? ആ, അത് ശരിയാണ്. പിന്നെ പഴയ പോലെ ഇപ്പോൾ ഓടിച്ചാടി ഇര പിടിക്കാനൊന്നും വയ്യടാ. അപ്പോൾ ഇനി എന്ത് ചെയ്യും? സമയാസമയം ഭക്ഷണം കഴിക്കണ്ടേ? അത് ശരി. എന്ത് ചെയ്യണമെന്ന് എന്നോടാണോ ചോദിക്കുന്നത്? പിന്നെ നിന്നെ മന്ത്രിയാക്കി വെച്ചത് എന്തിനാ? ആലോചിക്കടോ. അങ്ങനെ അവർ രണ്ടുപേരും തല പുകഞ്ഞ് ആലോചിച്ചു. അങ്ങനെ ആലോചിച്ച് കുറുക്കൻ ഒരു സൂത്രം കണ്ടെത്തി. പ്രഭു, ഒരു ഐഡിയ. തല്ല് കിട്ടുന്ന ഐഡിയ വല്ലതുമാണേ പറയണ്ട. ഏയ്, ഇത്തവണ തല്ല് കിട്ടില്ല. കാട്ടുമുത്തപ്പനാണേ സത്യം. പറ കേൾക്കട്ടെ. അങ്ങയുടെ കാലം കഴിയാറായി. ആര് പറഞ്ഞു? നിന്നെ ഞാൻ? അയ്യോ പ്രഭു, അങ്ങനെയല്ല. ഞാൻ ഐഡിയ പറയട്ടെ. ഐഡിയ ആയിരുന്നോ? പറ. അങ്ങയുടെ കാലം കഴിയാറായി എന്നും മരിക്കുന്നതിനു മുമ്പ് അങ്ങയുടെ സമ്പത്തെല്ലാം ഈ കാട്ടിലെ പാവപ്പെട്ട മൃഗങ്ങൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു എന്നും അതിന് അങ്ങ് ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ കാട്ടിൽ പാട്ടാക്കാം. സൗകര്യം പോലെ ഓരോരുത്തരായി വന്ന് അവനവന് കിട്ടാനുള്ളത് ഇവിടെ ഗുഹയിൽ നേരിട്ട് വന്ന് വാങ്ങിക്കാൻ പറയാം. എങ്ങനെയുണ്ട്? സബാഷ്. നിന്നെ വെറുതെയല്ല കുറുക്കൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ വേഗം ചെല്ല്. വിശന്നിട്ട് വയ്യ. ഓരോരുത്തരോടുമായി വരാൻ പറ. അങ്ങനെ കുറുക്കൻ അവിടെ നിന്നും പുറപ്പെട്ടു. അപ്പോഴാണ് അതുവഴി ഒരു കിളി പറന്നു വന്നത്. കാട്ടിലെ പത്രമാണ് വായാടിക്കിളി. കാട്ടിൽ എല്ലായിടത്തും വാർത്ത എത്തിക്കുന്നത് ഈ വായാടിക്കിളിയാണ്. കുറുക്കൻ വായാടിക്കിളിയെ കണ്ടതും പറഞ്ഞു, തേടിയ വള്ളി കാലിൽ ചുറ്റി. ഇവളോട് തന്നെ ആ ഐഡിയ പറയാം. ഹായ് കിളിപ്പെണ്ണേ, രാവിലെ തന്നെ എങ്ങോട്ടാണ് യാത്ര? കുട്ടികൾക്ക് ഭക്ഷണം തേടി ഇറങ്ങിയതാ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, അറിഞ്ഞില്ല. എന്താ? എന്തു പറ്റി? നമ്മുടെ സിംഹരാജാവിന്റെ കാലം കഴിയാറായി. മരിക്കുന്നതിനു മുമ്പ് രാജാവിന്റെ സമ്പത്തെല്ലാം ഈ കാട്ടിലെ പാവപ്പെട്ട മൃഗങ്ങൾക്ക് കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അതിന് രാജാവ് തന്നെ ഒരു വിൽപത്രം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സൗകര്യം പോലെ ഓരോരുത്തരായി വന്ന് അവനവന് കിട്ടാനുള്ളത് ഗുഹയിൽ നേരിട്ട് ചെന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ടതും വായാടിക്കിളി പിന്നെ അവിടെ നിന്നില്ല. ചൂട് വാർത്തയല്ലേ. അവൾ കാട് മുഴുവൻ പറന്ന് നടന്ന് ഈ വിവരം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഇനി ബാക്കി കാര്യം അവൾ നോക്കിക്കോളും. ചൂടുള്ള വാർത്തയുമായി വായാടിക്കിളി ആദ്യം പോയത് മാനിന്റെ അടുത്തേക്കായിരുന്നു. അവൾ ഈ കാര്യം മാനിനെ അറിയിച്ചു. ഇത് കേട്ടതും മാൻ അത്ഭുതപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ദുഷ്ടനാണെന്ന് കരുതിയ നമ്മുടെ സിംഹരാജാവ് ഇത്തരം ഒരു നല്ല കാര്യം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അതെ അതെ, എന്തായാലും വെറുതെ കിട്ടുന്നതല്ലേ, എന്തിനു വിട്ടുകളയണം? വേഗം ചെന്ന് ഞാൻ ബാക്കിയുള്ളവരെ കൂടെ ഇത് അറിയിക്കട്ടെ. അങ്ങനെ വായാടിക്കിളി ചൂടുള്ള വാർത്ത ഓരോരുത്തരോടും ചെന്ന് പറഞ്ഞു. ചിലർ കേട്ട പാതി കേൾക്കാത്ത പാതി സിംഹത്തിന്റെ ഗുഹയിലേക്ക് വെച്ചു പിടിച്ചു. സിംഹത്തിന്റെ ഗുഹയിലെത്തിയ മൃഗങ്ങൾക്കെല്ലാം കിട്ടേണ്ടത് കിട്ടിയെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സിംഹത്തിന്റെ സൂത്രം ഫലിച്ചു. കുറച്ചു ദിവസത്തേക്ക് കുറുക്കനും സിംഹത്തിനും നല്ല ഭക്ഷണം തരമായി. ഇതൊന്നും അറിയാതെ ഒരു മുയൽ കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് കരടി അതുവഴി നടന്നു വന്നത്. കരടിയെ കണ്ടതും മുയൽ ചോദിച്ചു, ഹായ് കരടി ചേട്ടാ, എങ്ങോട്ടാ പതിവില്ലാതെ ഒരു യാത്ര? അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? കരടി കിളിപ്പെണ്ണ് പറഞ്ഞ കാര്യം മുയലിനോട് പറഞ്ഞു. ഇത് കേട്ട മുയൽ ചിന്തിച്ചു, ഇതിലെന്തോ ഒരു പന്തികേടുണ്ടല്ലോ. കിളിപ്പെണ്ണിനോട് ആരാണ് ഈ കാര്യം പറഞ്ഞത്? അതറിയില്ല.
ഞാനെന്തായാലും സിംഹരാജാവിന്റെ ഗുഹയിലേക്ക് പോവുകയാണ്. നീ വരുന്നുണ്ടോ? ഇല്ല, പോകാൻ വരട്ടെ. ഇതിലെന്തോ ചതിയുണ്ട്. ചതിയോ? എന്ത് ചതി? ഞാനൊന്ന് കിളിപ്പെണ്ണിനെ വിളിച്ചു നോക്കട്ടെ. ഹലോ, കിളിപ്പെണ്ണല്ലേ? അതെ, ഞാൻ പിങ്കി മുയലാണ്. ഞാനൊരു വാർത്ത കേട്ടു. അത് ശരിയാണോ എന്ന് അറിയാൻ വിളിച്ചതാണ്. നിന്നോട് ഈ വാർത്ത ആരാണ് പറഞ്ഞത്? എന്നോട് മന്ത്രിക്കുറുക്കനാണ് പറഞ്ഞത്. ഗുഹയിൽ പോയ മൃഗങ്ങൾ ആരെങ്കിലും പിന്നെ തിരിച്ചു വന്നിട്ടുണ്ടോ? അതറിയില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. എന്നാൽ ഇനി പോകണ്ട. ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. ഇതിലെന്തോ ചതിയുണ്ട്. അങ്ങനെ മുയലും കരടിയും കൂടി ഒരുമിച്ച് സിംഹരാജാവിന്റെ ഗുഹ ലക്ഷ്യമാക്കി നടന്നു. ഗുഹയ്ക്കരികിൽ എത്തിയതും മുയൽ പറഞ്ഞു, കരടിച്ചേട്ടൻ ഇവിടെ നിൽക്ക്. ഞാൻ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. മുയൽ ഗുഹയ്ക്കകത്ത് കയറാതെ കുറച്ചു നേരം പുറത്ത് ചുറ്റിയടിച്ചു. പിന്നെ ഗുഹയുടെ ഒരു വശത്ത് ഇരിപ്പായി. കുറച്ചു നേരമായി ആരും അകത്തേക്ക് വരാതിരുന്നത് കണ്ട് സിംഹം പുറത്തു വന്ന് നോക്കി. അതായിരിക്കുന്ന ഒരു മുയൽ. സിംഹം മുയലിനെ അകത്തേക്ക് വിളിച്ചു. എന്താണ് സുഹൃത്തെ പുറത്തിരിക്കുന്നത്? അകത്തേക്ക് വന്നാലും തനിക്കായി ഞാൻ എന്താണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് കാണണ്ടേ? ഓ, എനിക്കത്ര തിരക്കൊന്നുമില്ല രാജാവേ. അകത്ത് പോയവരൊക്കെ പുറത്ത് വരട്ടെ. എന്നിട്ട് മതി എനിക്കുള്ള സമ്മാനം. ആര് പറഞ്ഞു അകത്താളുണ്ടെന്ന്? എല്ലാവരും സമ്മാനവും വാങ്ങി തിരികെ പോയല്ലോ. അങ്ങനെയല്ലല്ലോ രാജാവേ. ഇതാ ഈ മണ്ണിൽ നോക്കൂ. കുറേ പേർ അകത്തേക്ക് കയറി പോയതിന്റെ കാൽപ്പാടുകൾ. അതിലൊന്നു പോലും തിരികെ വന്നതായി കാണുന്നില്ല. അവരെല്ലാം എങ്ങോട്ടാണ് പോയതെന്ന് എനിക്ക് മനസ്സിലായി. അവരെ അന്വേഷിച്ച് ഒരു ആനക്കൂട്ടം തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കേട്ട് അതിബുദ്ധിമാനായ മുയലിന് കാര്യം പിടികിട്ടിയെന്ന് മനസ്സിലായ സിംഹം വേഗം തന്നെ ഗുഹ വിട്ട് പേടിച്ചോടിപ്പോയി. പിന്നെ ആരും ദുഷ്ടനായ ആ സിംഹത്തെ കാട്ടിൽ കണ്ടിട്ടേയില്ല. എടാ, ഇനി ഞാൻ കയറട്ടെ. നീ കുറെ നേരമായില്ലേ കളിക്കുന്നു? കുറച്ചുകൂടി ആടിയിട്ട് തരാം. മുത്തശ്ശി, എനിക്ക് ഇവൻ കുതിര കളിക്കാൻ തരുന്നില്ല. എത്ര നേരമായി ഞാൻ ചോദിക്കുന്നെന്നറിയോ? ഇനി കുറച്ചു നേരം എനിക്ക് തരാൻ പറ മുത്തശ്ശി. ഓ, തുടങ്ങിയോ രണ്ടുപേരും രാവിലെ തന്നെ? മുത്തശ്ശി വന്നോ? എന്നാ ഇനി നീ എടുത്തോ. ഇതാ. ഇവനിതെന്ത് പറ്റി? ഇത്ര പെട്ടെന്ന് തരാൻ മാത്രം. മുത്തശ്ശി, ഇന്നൊരു കുതിരയുടെ കഥ പറഞ്ഞു തരുമോ? അമ്പടാ, അപ്പൊ അതാണ് കാര്യം. അതിനെന്താ, വാ ഇരിക്കി. എന്നാൽ എനിക്കും കേൾക്കണം. എന്തേ, നിനക്കിപ്പൊ കുതിര കളിക്കണ്ടേ? അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്, അല്ലേ മുത്തശ്ശി? അതെ അതെ, എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ വഴി തെറ്റി വന്നൊരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്. സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ്. ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത്. ഇവിടെ നിന്നാണ് ശബ്ദം കേട്ടത്? അതെന്ത് ജീവിയാണ്? എന്തായാലും പേടിച്ച് നിലവിളിച്ചതല്ല, ചങ്ങാത്തം കൂടാനുള്ള ശബ്ദവുമല്ല. ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ? അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ? സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്കുപോലും പറയാതെ വേഗത്തിൽ നടന്നു. പക്ഷെ കുറുക്കനും ചെന്നായും ഇത് കാണുന്നുണ്ടായിരുന്നു. സിംഹരാജാവിന് ഇതെന്തു പറ്റി? എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ്. ഇപ്പൊ ഇതെന്ത് പറ്റി? എനിക്കാണേ ദാഹിച്ചിട്ട് വയ്യ. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം. സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്ക്.
പ്രഭു, അങ്ങ് ദാഹിച്ചു വലഞ്ഞാണ് നദിക്കരയിലെത്തിയത്. എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു പോണു. ഇപ്പോഴിതാ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഉണ്ടായതെന്ന് പറയൂ. ഇവനെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പറയാം. വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. നിങ്ങൾ കേട്ടിരുന്നോ? അതെ, ഞാനും കേട്ടിരുന്നു. ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി. ആ, തോന്നിയല്ലേ? ഇതുപോലൊരു ശബ്ദം ഞാൻ എന്റെ കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഈ കാട് കൈയടക്കാൻ വന്ന ഏതെങ്കിലും ദുഷ്ടമൃഗമാവണം. ഇങ്ങേർക്ക് വട്ടായോ? ഈ കാട് ഞാൻ ഭരിക്കേണ്ടി വരുമോ ഈശ്വരാ? അല്ല, അങ്ങ് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ. അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി. എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതും പറഞ്ഞു കുറുക്കൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ആരാത്? ആരാന്നാ ചോദിച്ചത്? അത് ചോദിക്കാൻ താനാരാ? ഞാനോ? ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? ഓ, സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനൊരു 2 ആഴ്ചയായി ഈ കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കാല് വഴുതി ഞാൻ ഈ പുഴക്കരയിൽ വീണു. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ മെല്ലെ എന്റെ കാലിന്റെ അസുഖം മാറി. അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി. ഇവനെ വെച്ചൊരു കളി കളിക്കാം. വേട്ടയ്ക്ക് പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം. നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ്. കണ്ടാലറിയാം. നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാട്ടിൽ താമസിക്കാൻ അനുവാദം വാങ്ങി തരണം. ഞാൻ നോക്കട്ടെ. ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ. മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പ്രഭു, അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അതൊരു സാധാരണ കുതിരയാണ്. ആണോ? എന്നാൽ നിനക്കതിനെ നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗമാക്കാമായിരുന്നില്ലേ? എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു, ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ്. നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കൊള്ളാം. നിന്റെ ബുദ്ധി അപാരം തന്നെ. നമുക്കൊരുമിച്ച് അവനെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം. ഒരു കുട്ടി പോലും അറിയില്ല. അങ്ങനെ ഇതൊന്നും അറിയാത്ത പാവം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി. തക്കം പാർത്തിരുന്ന സിംഹവും കുറുക്കനും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു. ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും. ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിനു മുന്നിൽ കീഴ്പ്പെടും. അത് ശരി, ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് നീ ഇവിടെ കുത്തിയിരുന്ന് പടം വരയ്ക്കുകയാണല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ അമ്മേ, അയ്യോ അമ്മേ, ഇവൻ എന്നെ വരയ്ക്കാൻ സമ്മതിക്കുന്നില്ല. മോനെ, ഇവിടെ വന്നേ. അവൾ വരയ്ക്കുകയല്ലേ? അതെന്തിനാ എടുത്തുകൊണ്ട് പോയത്? ഞാൻ കളിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല. അതാ ഞാൻ തട്ടിപ്പറിച്ചോടിയത്. ആ പോട്ടെ, ഇനി അതും പറഞ്ഞ് തല്ലു കൂടണ്ട രണ്ടാളും. എവിടെ? മോള് വരച്ചത് മുത്തശ്ശി കണ്ടില്ലല്ലോ. നോക്കട്ടെ. ഹായ്, നല്ല രസമുണ്ടല്ലോ ഈ കിളികളെ കാണാൻ. എന്നാൽ മുത്തശ്ശി ഇന്ന് 2 കിളികളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 2 കിളികൾ താമസിച്ചിരുന്നു. ദിവസങ്ങളായി പെൺകുരുവി അടയിരിക്കുകയായിരുന്നു. 5 മുട്ടകളുണ്ട്. അത് വിരിഞ്ഞാൽ അവർക്ക് 5 മക്കളുണ്ടാകും.
ആദ്യമായി തങ്ങൾ മാതാപിതാക്കളാവാൻ പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ കിളികൾ. അതെ, കുഞ്ഞുങ്ങളായ പിന്നെ ഇങ്ങനെ ഒരുമിച്ചിരിക്കാനും കിന്നാനം പറയാനും ഒന്നും സൗകര്യം കിട്ടില്ല കേട്ടോ. ഓ പിന്നെ അങ്ങനെയൊന്നുമില്ല. കുഞ്ഞുങ്ങളായാലും ഇല്ലേലും നമ്മൾ എന്നും ഇതുപോലെ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിയണം എന്നാണ് എന്റെ പ്രാർത്ഥന. ദൈവം അനുഗ്രഹിക്കട്ടെ. അയ്യോ, എന്താണിത്? ഭൂമി കുലുക്കുമോ? അയ്യോ ചേട്ടാ, നമ്മുടെ കുഞ്ഞുങ്ങൾ. ആനക്കുട്ട, ദയവ് ചെയ്ത് ഞങ്ങളെ ഉപദ്രവിക്കല്ലേ. ഞങ്ങളുടെ മുട്ടകൾ താഴെ വീണുടഞ്ഞു പോകും. ആനക്കുട്ടനുണ്ടോ? ആൺകിളിയുടെ കരച്ചിൽ കേൾക്കുന്നു. അവൻ കൂടുതൽ ശക്തിയോടെ കരച്ചില കുലുക്കി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ ദുഷ്ട. ഇത്തിരി പോന്ന നീ എന്നെ എന്തു ചെയ്യാനാണ്? നിനക്ക് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്. ഞാൻ ആ പുഴക്കരയിൽ കാണും. ഇതും പറഞ്ഞ ആന അവിടെ നിന്നും നടന്നുപോയി. ആൺകിളി വേഗം വീട്ടിനുള്ളിലേക്ക് പറന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല, ഞാൻ അവരെ ചേർത്ത് പിടിച്ചിരുന്നു. ഹാവൂ, ദൈവം രക്ഷിച്ചു. എന്തായാലും ആ ആനയെ ഇനി അങ്ങനെ വിട്ടുകൂടാ. അവനെ ഒരു പാഠം പഠിപ്പിക്കണം. അവനിനി ഇതുപോലെ ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത മരത്തിൽ കൂടുകൂട്ടിയ ഒരണ്ണാൻ അവിടേക്ക് വന്നു. ഞാനും എല്ലാം കാണുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എന്റെ വീടിന് നേരെ ആയിരുന്നു ആനക്കുട്ടന്റെ ആക്രമം. നമ്മൾ ചെറുജീവികൾ എന്ത് ചെയ്യാനാ? സഹിക്കുകയല്ലാതെ. ദുഷ്ടനായ ആ ആനക്കുട്ടനോട് പകരം വീട്ടാൻ ഞങ്ങളെ സഹായിക്കാമോ? ഞാൻ എന്ത് ചെയ്യാനാണ്? എനിക്കൊരു കൂട്ടുകാരിയുണ്ട്, തേനീച്ചറാണി. ഞാൻ അവളെ കൂടെ വിളിച്ചു കൊണ്ടുവരാം. അവൾക്കും ഈ ആനയോട് വിരോധമുണ്ട്. അവളുടെ കൂടെ ഒരു ദിവസം ഇവൻ തകർത്തു. ആ പക മനസ്സിൽ വെച്ച് നടക്കാണ് അവൾ. അവനോട് പ്രതികാരം ചെയ്യാൻ. എന്നാ പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ഐക്യമത്യം മഹാബലം. ഇപ്പോ തന്നെ തേനീച്ചറാണിയെ വിളിക്ക്. ആൺകിളി നടന്ന കാര്യങ്ങൾ തേനീച്ചറാണിയോട് പറഞ്ഞു. ഞാനിതാ ഇപ്പൊ തന്നെ വരാം. ഇതാണ് ഞാൻ പറഞ്ഞ തേനീച്ചറാണി. നമസ്കാരം. അറിഞ്ഞില്ലേ, നിന്റെ കൂട് തകർത്ത ആ മതയാന ഇവരുടെ ഈ കൂടും തകർക്കാൻ നോക്കി. ഇനിയും അവനെ ഇങ്ങനെ വെച്ച് പൊറപ്പിച്ചൂടാ. ശരിയാണ്, ഈ ചിന്ത കുറച്ചു നാളായി എന്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. എനിക്കൊരു ചങ്ങാതിയുണ്ട്, അറിയാലോ, തവളച്ചേട്ടൻ. അറിയാം, പുഴക്കരയിൽ താമസിക്കുന്ന മാക്രിക്കാരനല്ലേ? അതെ, ആ ആള് തന്നെ. നമ്മുടെ ദുഃഖം ഞാൻ വരുന്ന വഴിക്ക് തവളച്ചേട്ടനോടും പറഞ്ഞു. അങ്ങനെ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. എന്തു വഴി? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? നമുക്ക് തവളച്ചേട്ടനെ ഒന്ന് പോയി കാണാം. ഇപ്പോൾ പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ. ഓക്കെ, നമുക്ക് ഇപ്പോൾ തന്നെ പോകാം. തേനീച്ച എല്ലാ വിവരവും മാക്രിക്കാരനവരെ ധരിപ്പിച്ചു. കാരണവർ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. എന്നിട്ട് അവർക്ക് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആ ആന ഇപ്പോൾ മതപ്പാടിലാണ്. അവനെ കൊണ്ട് ഇനി ആർക്കും ശല്യം ഉണ്ടാവരുത്. ദാ ഇവിടെ അടുത്തുള്ള ഒരു പാറയിലാണ് അവൻ പതിവായി കിടക്കാറുള്ളത്. ഉച്ചനേരത്ത് വെള്ളം കുടിക്കാൻ എഴുന്നേൽക്കും. അന്നേരം നിങ്ങൾ തേനീച്ചക്കൂട്ടം നിങ്ങളുടെ പണി തുടങ്ങണം. തലയിലും കണ്ണിലും കുത്തേറ്റ് കണ്ണ് കാണാൻ പോലും വയ്യാതെ ആനക്കുട്ടൻ പരക്കം പായും. ദാഹിച്ചു നിൽക്കുന്ന അവന്റെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ആകെ വെപ്രാളമാവും. ദാഹം തീർക്കാൻ എന്തു വഴിയെന്ന് തിരയുകയാവും അവൻ. അന്നേരം ചളിക്കുയിലിരുന്ന് ഞങ്ങൾ പൊക്രം പൊക്രം എന്ന് വിളിക്കാം. കുളക്കരയിലിരുന്നാണ് തവളകൾ കരയുന്നതെന്ന് വിചാരിച്ച് അവൻ ചളിക്കുയിലേക്ക് വരും. ചളിക്കുയിൽ ഇറങ്ങിയാൽ പിന്നെ അവന് കരയ്ക്ക് കയറാൻ കഴിയില്ല. ആ ചളിക്കുയിൽ കിടന്ന് അവനൊരു പാഠം പഠിക്കും. എങ്ങനെയുണ്ട്? അടിപൊളി. മാക്രിക്കാരനവരുടെ സൂത്രം ഫലിച്ചു. വെള്ളം കുടിക്കാൻ വന്ന ആന അവിടെ എത്തിയതും തേനീച്ചക്കൂട്ടം തങ്ങളുടെ പണി തുടങ്ങി.
ദൂരെ തവളച്ചേട്ടന്റെ കരച്ചിൽ കേട്ടത് ആനക്കുട്ടൻ വേഗം ആ ഭാഗത്തേക്ക് പാഞ്ഞു. തവള കരയുന്നിടത്ത് കുളമോ നദിയോ ഉണ്ടാകുമല്ലോ. വെള്ളത്തിൽ ചാടിയാൽ കടന്നൽ കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടാമല്ലോ. തവളയുടെ കരച്ചിൽ കേട്ട സ്ഥലത്ത് പാഞ്ഞെത്തിയ ആനക്കുട്ടൻ അടിതെറ്റി വീണത് ഒരു ചളിക്കുഴിയിലേക്കായിരുന്നു. കുറേ നേരം കഴിഞ്ഞ് മറ്റാനകൾ വന്ന് ആനക്കുട്ടനെ കൊക്കയിൽ നിന്നും രക്ഷിച്ചു. വീഴ്ചയിൽ നല്ല പരുക്ക് പറ്റിയ ആനക്കുട്ടൻ അതോടുകൂടി ഒരു പാഠം പഠിച്ചു. പിന്നെ അവൻ ആരെയും ഉപദ്രവിച്ചില്ല. നിസ്സാരന്മാരാണെങ്കിലും ഒന്നിച്ചു നിന്നാൽ വൻ ശക്തിയാവും. ആ ശക്തിക്ക് ഏത് വമ്പനെയും അടിയറവ് പറയിക്കാനാകും. പണ്ടൊരു കാട്ടിൽ ഒരു മൂങ്ങ സന്യാസി ജീവിച്ചിരുന്നു. മൂങ്ങ സന്യാസിക്ക് 4 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു കുരങ്ങൻ, മുയൽ, കരടി, ആന. ഇവർ 4 പേരായിരുന്നു മൂങ്ങ സന്യാസിയുടെ ശിഷ്യന്മാർ. അവിടെ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു നമ്മുടെ മൂങ്ങ സന്യാസി. എന്റെ പ്രിയ ശിഷ്യരെ, നിങ്ങളുടെ കഴിവുകൾ പരീക്ഷിക്കാനുള്ള സമയം ആയിരിക്കുകയാണ്. ഈ 3 വളയങ്ങൾ ഭൂമിയിലെ 3 വലിയ ശക്തികളായ വായു, ജലം, തീ അവ ഉപയോഗിച്ച് ഉണ്ടാക്കിയതാണ്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ ലോകത്ത് ഐക്യം കൊണ്ടുവരാൻ കഴിയും. ഏത് ആപത്തിൽ നിന്നും ഈ ലോകത്തെ നിങ്ങൾക്ക് രക്ഷിക്കാനും കഴിയും. വരൂ, ഓരോരുത്തരായി വന്ന് വളയം ധരിക്കൂ. കാറ്റിന്റെ അനുഗ്രഹത്തോടെ ഞാൻ ആകാശത്തിലൂടെ പറക്കും. ജലത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ ജീവൻ രക്ഷിക്കുകയും ഭൂമിയുടെ ദാഹം തീർക്കുകയും ചെയ്യും. തീയുടെ അനുഗ്രഹത്താൽ ഈ കാടിനെ സംരക്ഷിക്കും. ഇത് കണ്ട ആനയ്ക്ക് സങ്കടമായി. അവന് കൊടുക്കാൻ വളയങ്ങളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. എന്റെ പ്രിയപ്പെട്ട ആനക്കുട്ട, നീ വിഷമിക്കരുത്. നിന്റെ ശക്തി തെളിയിക്കാൻ നിനക്ക് ഇതുപോലുള്ള മാന്ത്രിക വലയത്തിന്റെ ഒന്നും ആവശ്യമില്ല. അങ്ങയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് മാത്രം മതി. എന്നെ അനുഗ്രഹിച്ചാലൂ. പിന്നൊരു കാര്യം, ഈ വളയത്തിന്റെ ശക്തി അനാവശ്യമായോ മറ്റു ജീവികളെ ഉപദ്രവിക്കാൻ വേണ്ടിയോ ഉപയോഗിക്കരുത്. അങ്ങനെ ഞാൻ അറിഞ്ഞാൽ നിങ്ങളുടെ ശക്തി ഞാൻ തിരിച്ചെടുക്കും. ഓർമ്മയിരിക്കട്ടെ. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. കുരങ്ങനും മുയലും കരടിയും അവരുടെ കൂട്ടുകാർക്കൊപ്പം അവരുടെ മാന്ത്രിക കഴിവുകൾ മറച്ചു വെച്ചുകൊണ്ട് കാട്ടിൽ സാധാരണ മൃഗങ്ങളെ പോലെ പെരുമാറി. അതേസമയം ബുദ്ധിമാനായ ആന അവന്റെ അറിവ് കൂട്ടുകാർക്ക് വേണ്ടി പങ്കിട്ട് അവരെ സഹായിച്ചു. ഓഹോ, അപ്പോ അവൻ മാത്രം അവന്റെ കഴിവ് വെച്ച് കാട്ടിൽ വലിയ ആളായി. മാന്ത്രിക വളയം കൈവശമുള്ള നമ്മൾ മാത്രം സാധാരണക്കാരെ പോലെ ഇങ്ങനെ ആരും അറിയാതെ നടക്കുന്നു. ശരിയാണ്, ഇങ്ങനെ വിട്ടാ പറ്റില്ല. നമ്മൾ ആരാണെന്ന് ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം. ഉടനെ എല്ലാവരെയും വിളിച്ച് നമ്മുടെ തീരുമാനം അറിയിക്കാം. എന്താ? അതെ. അങ്ങനെ അവർ 4 പേരും ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടി. എന്താ കൂട്ടുകാരെ, പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്താ? എന്തു പറ്റി? എന്താ പ്രശ്നം? എന്റെ സഹായം വല്ലതും വേണോ? ആ, നിന്റെ ഇതുവരെയുള്ള സഹായമൊക്കെ മതി. ഞങ്ങൾ ആരാണെന്ന് ഇനി മറച്ചു വെക്കുന്നില്ല. എല്ലാവരെയും അറിയിക്കാൻ പോവുകയാണ്. അയ്യോ, അപ്പോൾ മൂങ്ങ സന്യാസി പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഞങ്ങളല്ല, നീയല്ലേ മറന്നത്. നിന്റെ കഴിവ് വെച്ച് കാട്ടിലൊരു നിലയും
എനിക്കറിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഒരു തെറ്റാണോ? അതൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. മൂങ്ങ സന്യാസി ഇതറിഞ്ഞാൽ നമ്മുടെ മാന്ത്രിക കഴിവുകൾ തിരിച്ചെടുക്കും. എടുത്തോട്ടെ, ഇങ്ങനെ ജീവിക്കുന്നതിലും ഭേദം അതാ. വാ, നമുക്ക് പോകാം. ഇവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ആനയെ കൂട്ടാതെ തങ്ങളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുത്തു. ഞാൻ ഒരു ഐഡിയ പറയാം. എനിക്ക് കിട്ടിയ മാന്ത്രിക വളയത്തിന്റെ ശക്തി തീയാണല്ലോ. ഞാൻ ഈ കാട് മുഴുവൻ കത്തിക്കാം. അപ്പോൾ എല്ലാവർക്കും എന്റെ ശക്തി മനസ്സിലാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മാന്ത്രിക ശക്തിയായ കാറ്റിനെ വെച്ച് തീ ആളെ കത്തിക്കാം. എന്നാൽ ഞാൻ അപ്പോഴേക്കും എന്റെ ശക്തിയായ ജലം ഉപയോഗിച്ച് വേഗം തന്നെ ആ തീ കെടുത്താം. ഇല്ലെങ്കിൽ പണി പാളും. നമ്മുടെ ശക്തി നാലാൾ അറിയുകയും ചെയ്യും. ആർക്കും ആപത്ത് വരികയുമില്ല. എന്താ? അങ്ങനെ അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. അവർ ചെയ്യാൻ പോകുന്നത് ഒരു തീക്കളിയാണെന്ന് അവർ അറിഞ്ഞില്ല. പക്ഷേ അവ വിചാരിച്ച പോലെയല്ല കാര്യങ്ങൾ സംഭവിച്ചത്. തീ കെടാതെ ആളിപ്പടർന്നു. പണി പാളിയെന്നാ തോന്നുന്നേ. ഇനി എന്ത് ചെയ്യും? ഒന്നും വേണ്ടിയിരുന്നില്ല. ആനക്കുട്ടനെ വിളിക്കാം. അവന്റെ കയ്യിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലും ബുദ്ധി കാണും. ആനക്കുട്ടാ, ആനക്കുട്ടാ. നന്ദിയുണ്ട്. നിന്റെ അറിവും ധീരതയും ഞങ്ങളെ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ചു. അതെ, ഇനി മുതൽ ഞങ്ങൾ നിന്നെ അനുസരിക്കും. നീ ശരിക്കും ഞങ്ങളിൽ ഏറ്റവും ജ്ഞാനിയാണ് പ്രിയ സുഹൃത്തെ. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ ദുരുപയോഗം ചെയ്യാൻ പാടില്ല.